ആവശ്യത്തിന് കറൻസി എത്താത്തതിനെ തുടർന്ന് ശമ്പള വിതരണം ഭാഗികമായി തടസ്സപ്പെട്ടു. ട്രഷറിയിലേക്ക് ആവശ്യമായ നോട്ടുകൾ ലഭ്യമാക്കാൻ റിസർവ് ബാങ്കിനായില്ല. ഇന്നത്തേക്ക് 167 കോടി രൂപ ആവശ്യപ്പെട്ട ട്രഷറിയിലേക്ക് നൽകിയത് 110 കോടി രൂപ മാത്രമാണ്. സംസ്ഥാനത്തെ 12 ട്രഷറികളിൽ കറൻസി എത്തിയില്ല. ചെറുപട്ടണങ്ങളിലെയും ഗ്രാമങ്ങളിലെയും ട്രഷറികളിലാണ് കറൻസി കിട്ടാത്തത്. പണം വാങ്ങാൻ ടോക്കൺ എടുത്തവരിൽ ചിലർക്ക് നോട്ടില്ലാത്തത് മൂലം തിരിച്ചു പോകേണ്ടി വന്നു. നോട്ട് അസാധുവാക്കലിന് ശേഷം വന്ന ആദ്യ ശമ്പള ദിവസം പ്രതീക്ഷിച്ചതുപോലെ കറൻസി ക്ഷാമം തന്നെയായിരുന്നു വില്ലൻ. ശമ്പളവും പെൻഷനും നൽകാനായി 500 കോടി രൂപയുടെ വീതം കറൻസി ബാങ്കുകൾക്കും ട്രഷറികൾക്കും നൽകുമെന്നായിരുന്നു RBIയുടെ ഉറപ്പ്. പക്ഷേ അത് പാലിക്കപ്പെട്ടില്ല. ഇന്നത്തെ ആവശ്യത്തിനായി 167 കോടി രൂപയുടെ നോട്ട് ആവശ്യപ്പെട്ട ട്രഷറികൾക്ക് നൽകിയത് 110 കോടി രൂപ മാത്രം. 12 ട്രഷറികളിൽ നയാ പൈസ പോലും എത്തിയില്ല. നാളെയൊക്കെ ഉണ്ടാവാൻ പോകുന്നതിനെ കുറിച്ച് ആശങ്ക ഞാൻ മറച്ചു വെക്കുന്നില്ല. 500 കോടി രൂപയായിരുന്നു ട്രഷറികളിലേക്ക് തരേണ്ടിയിരുന്നത്. എന്നാൽ ഇത്രയും തരാനുള്ള പണം ബാങ്കുകളിൽ ഉണ്ടാവില്ല എന്നറിഞ്ഞതുകൊണ്ട് ഇന്നത്തേക്ക് അത്യാവശ്യമുള്ള പണം മാത്രമാണ് ആവശ്യപ്പെട്ടത്. ട്രഷറികളിൽ നോട്ടില്ലാത്തതുകൊണ്ട് ചിലയിടങ്ങളിൽ ടോക്കൺ എടുത്തവർക്ക് പണം കിട്ടിയില്ല. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ ട്രഷറികളാണ് നോട്ട് ദൗർലഭ്യം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഇന്നലെ കരുതി വെച്ച പണമുള്ളതുകൊണ്ടാണ് കറൻസി ഇല്ലായ്മ ഒരു പരിധിവരെ ട്രഷറികൾ പരിഹരിച്ചത്. നാളെയും ആവശ്യത്തിന് കറൻസി കിട്ടിയില്ലെങ്കിൽ ശമ്പള പെൻഷൻ വിതരണം പ്രതിസന്ധിയിലാകും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഉത്തരേന്ത്യയിൽ ശമ്പളം എടുക്കാനായി ബാങ്കുകളിലേക്കും ATMകളിലേക്കും ജനപ്രവാഹം. ആവശ്യത്തിന് പണമില്ലാത്തത് പലയിടത്തും ജനരോഷത്തിന് കാരണമായി. മിക്ക ബാങ്കുകളും 10,000 രൂപ വരെ മാത്രമാണ് നൽകുന്നത്. വിമാന ടിക്കറ്റിനും പെട്രോൾ പമ്പുകളിലും പഴയ നോട്ട് നാളെ വരെ മാത്രമേ എടുക്കൂ. നോട്ട് അസാധുവാക്കൽ പ്രഖ്യാപിച്ച് 23 ദിവസം പിന്നിടുമ്പോഴും ജനങ്ങളുടെ ദുരിതമൊഴിയുന്നില്ല. ശമ്പളമെടുക്കാനായി ബാങ്കുകളിലേക്കും ATMകളിലേക്കും ജനങ്ങൾ കൂട്ടത്തോടെ എത്തിയത് സംഘർഷാന്തരീക്ഷം സൃഷ്ടിച്ചു. ബാങ്കുകൾക്ക് പുറത്ത് വൻ നിര കാണപ്പെട്ടു. സാധാരണയുള്ളതിനേക്കാൾ 35% അധിക ഇടപാട് നടക്കുമെന്ന് അറിയാമായിരുന്നിട്ടും ബാങ്കുകളിൽ ആവശ്യത്തിന് കറൻസി എത്തിക്കാൻ റിസർവ് ബാങ്കിന് കഴിയാത്തത് ദുരിതം ഇരട്ടിയാക്കി. ദിവസവും വിതരണം ചെയ്യുന്നതിനേക്കാൾ 4 ഇരട്ടി കറൻസി ബാങ്കുകളിൽ എത്തിക്കുമെന്ന് RBI അറിയിച്ചിരുന്നു. 24,000 രൂപ വരെ ആഴ്ചയിൽ പിൻവലിക്കാമെന്നിരിക്കെ ബാങ്കുകൾ ഇടപാടുകാർക്ക് നൽകിയത് 10,000 രൂപ മാത്രം. ഇത് പലയിടത്തും തർക്കത്തിന് വഴിവെച്ചു. പണം വിതരണം ചെയ്യാൻ കൂടുതൽ കൗണ്ടറുകൾ തുറക്കുമെന്ന് അറിയിച്ചെങ്കിലും ബാങ്കുകൾ സൗകര്യമൊരുക്കിയില്ല. 85% ATMകളും ഇന്നും അടഞ്ഞുകിടന്നു. പുനഃക്രമീകരിച്ച ATMകളിൽ ആവശ്യത്തിന് പണമില്ലാത്തത് ജനങ്ങളെ വലച്ചു. വിമാന ടിക്കറ്റിനും പെട്രോൾ പമ്പുകളിലും പഴയ 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ ഉപയോഗിക്കുന്നതിനുള്ള സമയപരിധി നാളെ അവസാനിക്കും. ഇക്കാര്യത്തിൽ പുതിയ ഇളവുകൾക്ക് സാധ്യതയില്ലെന്നാണ് സൂചന. ഡിമാൻഡ് വർദ്ധിക്കുമ്പോഴും ബാങ്കുകളിൽ ആവശ്യത്തിന് നോട്ടെത്തിക്കാൻ റിസർവ് ബാങ്കിന് കഴിയുന്നില്ല എന്നതാണ് വസ്തുത. പ്രതിസന്ധിക്ക് അയവ് വന്നില്ലെങ്കിൽ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന കാലം അതിവിദൂരമല്ല. സുജി പട്ടാമ്പിക്കൊപ്പം ഡൽഹിയിൽ നിന്നും രാജേഷ് കോയിക്കൽ, മാതൃഭൂമി ന്യൂസ്. ചർച്ചയിൽ BJP നേതാവ് ശ്രീ V മുരളീധരൻ, CPM നേതാവ് ശ്രീ മുഹമ്മദ് റിയാസ്, സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ BA പ്രകാശ്, സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീ MS ബിജുകുട്ടൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്.